ദൃശ്യങ്ങളിൽ പ്രേക്ഷകർ കാണുന്നത് നെയ്യാറ്റിൻകര തർക്കഭൂമിയുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്ത അമ്പിളിയുടെയും രാജന്റെയും മകനെയാണ്. വളരെ വേദനയോടുകൂടിയാണ് ഈ ചെറുപ്പക്കാരൻ ഞങ്ങളോട് സംസാരിച്ചത്. മരിച്ച മണ്ണോട് ചേർന്നിട്ടും തർക്കഭൂമിയിൽ നിന്ന് പിടിവിടാതെ അമ്പിളിയുടെയും രാജന്റെയും മക്കളെ ദ്രോഹിക്കുകയാണ് ഇന്നും വസന്ത തന്റെ ധാർഷ്ട്യം തുടരുന്നു. തന്റെ ഭൂമി എങ്ങനെ ഉണ്ടായിരുന്നോ അതേ രീതിയിൽ തിരികെ തരണം എന്ന കോടതി വിധിയുമായാണ് ഇക്കുറി വസന്ത ഈ കുട്ടികളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഞാൻ നടപ്പിലാക്കി കൊടുക്കാം. എൻ്റെ അമ്മയപ്പനെ ഈ സ്ഥലത്ത് അടക്കിയത് ഞാനാണ്. അത് ജനങ്ങളെ മുന്നിൽ എനിക്ക് അറിയിക്കണമെന്നുണ്ടായിരുന്നു. കോളനിക്ക് ഇങ്ങനെ ഒരു നിയമമുണ്ട്, ഇതിനു വേണ്ടിയിട്ട് പോരാടി മരിച്ചതാണ് എൻ്റെ അപ്പനെന്ന് എനിക്കത് അറിയിച്ചു കൊടുക്കണമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ അടക്കി. ഇപ്പം കോടതിയിലെ വിധി അങ്ങനെയെങ്കിൽ ഞാൻ പൊളിച്ച് മാറ്റി കൊടുക്കാം. നെയ്യാറ്റിൻകരയിൽ തർക്കഭൂമിയിലെ ഒഴിപ്പിക്കൽ നടപടിക്കിടെയാണ് രാജനും ഭാര്യ അമ്പിളിയും തീ കൊളുത്തിയത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഇരുവരുടെയും അന്ത്യം സംഭവിച്ചത്. ആത്മഹത്യാ ഭീഷണി മാത്രമായിരുന്നു ലക്ഷ്യമെന്നും പോലീസ് ഇടപെട്ടതോടെയാണ് തീ കൊളുത്തേണ്ടി വന്നത് എന്നും മരിക്കുന്നതിനു മുൻപായി രാജൻ മൊഴി നൽകിയിരുന്നു. പപ്പ ഒരു ആശാരി പണിക്കാരനായിരുന്നു. ഇതൊക്കെ എൻ്റെ പപ്പ ഉണ്ടാക്കിയതാണ്. അങ്ങനെ പപ്പ പണി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വീട്ടിലിട്ട് കള്ളത്തടി മോഷ്ടിച്ച് പണിയാണ് എന്ന് പറഞ്ഞ് തൊട്ടടുത്തുള്ള ഒരു സ്ത്രീ പരാതി കൊടുത്തു എൻ്റെ പപ്പയുടെ പേരിൽ. അപ്പം എൻ്റെ പപ്പയുടെ അടുത്ത് ഇവിടെയുള്ള നാട്ടുകാരെല്ലാം പറഞ്ഞത് ആ സ്ത്രീയുടെ മുന്നിൽ ആരും ജയിക്കൂലെന്ന്. കാരണമെന്ന് വെച്ചാൽ ഈ സ്ത്രീയുടെ ഇടപാടെന്ന് വെച്ചാൽ പോലീസുകാർക്ക് പെണ്ണുങ്ങളെയൊക്കെ കൊണ്ടെത്തിച്ചു കൊടുക്കണം, അങ്ങനത്തെ ഒരു സ്ത്രീയാണ്. അപ്പോൾ എൻ്റെ പപ്പ ഈ സ്ഥലത്തിനെതിരെ വിവരാവകാശം എടുത്ത് നോക്കിയപ്പം വിമല കമലാശി സുകുമാരൻ നായർ എന്ന് പറഞ്ഞവരുടെ പേരിലായിരുന്നു. ഇതിനെതിരെ എൻ്റെ പപ്പ കളക്ടർക്ക് പരാതി കൊടുത്ത്, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത്, പഞ്ചായത്തിൽ, വില്ലേജ് ഓഫീസിൽ എല്ലായിടവും പരാതി കൊടുത്തു. ആരും നടപടിയെടുത്തില്ല. അങ്ങനെ എന്ത് ചെയ്ത് എൻ്റെ ഒപ്പം മുകളിലത്തെ ആ വീട്ടിലൊന്ന് നേരെ എന്നെയും വിളിച്ചുകൊണ്ട് ഇവിടെ വന്ന് താമസമായി. നീതി നടപ്പാക്കണമല്ല, നീതി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെയുള്ളതാണ്. അങ്ങനെ ഇരിക്കെ കോടതിയിൽ 14 പ്രാവശ്യം കേസ് വിളിച്ചു. എൻ്റെ പപ്പ ഒരു പാർട്ടി വക്കീലിനെയാണ് വെച്ചിരുന്നത്. കേസ് വിളിച്ചിട്ട് ഈ വക്കീൽ ഞങ്ങൾ അറിയിക്കുകയൊന്നും ചെയ്തില്ല. അങ്ങനെ ഒരാളുടെ ഭാഗം വിധിയായിട്ട് എക്സ്പോർട്ട് വിധിയായിട്ട് ഇവിടെ വന്നു. കോടതിയിൽ നിന്ന് ഇറക്കി വിടാൻ വന്ന സമയത്ത് എൻ്റെ പപ്പ ഹൈക്കോടതിയിൽ സ്റ്റേ കൊടുത്തു. ആ പോലീസുകാരൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു അരമണിക്കൂർ സമയം തരുമോ, സ്റ്റേ ഓർഡർ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഹൈക്കോടതി എന്ന് വെച്ചാൽ ചെറിയ കോടതിയാണ്. മുകളിലുള്ള ജില്ലാ കോടതി എന്ന് വെച്ചാൽ നെയ്യാറ്റിൻകര കോടതി എന്ന് വെച്ചാൽ ചെറിയ കോടതിയാണ്. ഹൈക്കോടതി എന്ന് വെച്ചാൽ വലിയ കോടതിയാണ്. വലിയ കോടതിയുടെ വിധിയെ പോലും ധിക്കരിച്ചുകൊണ്ട് ഇറങ്ങി തരണമെന്നും പറഞ്ഞുകൊണ്ട് പോലീസുകാരെ ശാഠ്യം പിടിച്ച സമയത്ത് എൻ്റെ പപ്പ ലൈറ്റർ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നു. രാജന്റെ മരണത്തിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണം ഉയരുന്നതിനിടെയാണ് അമ്പിളിയും വിട പറഞ്ഞത്. നെയ്യാറ്റിൻകര പോങ്ങിൽ 3 സെന്റ് ഭൂമിയിൽ ഷെഡ് കെട്ടി താമസിക്കുകയായിരുന്നു രാജനും ഭാര്യയും 2 ആൺമക്കളും അടങ്ങുന്ന കുടുംബം. രാജൻ ഭൂമി കയ്യേറി എന്ന് ആരോപിച്ച് അയൽവാസി വസന്ത മുൻസിഫ് കോടതിയിൽ കേസ് നൽകിയിരുന്നു. രാജനെതിരെ കോടതി വിധി വന്നു. ഉത്തരവ് നടപ്പാക്കാനായി കോടതിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും പോലീസും എത്തിയപ്പോഴായിരുന്നു രാജന്റെ ആത്മഹത്യാശ്രമം. ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ വെച്ച് ദേഹത്തേക്ക് മണ്ണെണ്ണ ഒഴിച്ച് അമ്പിളിയും കെട്ടിപ്പിടിച്ചു നിന്ന രാജൻ ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്നു. രാജന്റെ കയ്യിലുണ്ടായിരുന്ന ലൈറ്റർ പോലീസ് തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്നതിനിടെ അബദ്ധത്തിൽ ദേഹത്തേക്ക് തീ പടരുകയായിരുന്നു. ഇപ്പോൾ വീണ്ടും വസന്ത ആ ഭൂമി തിരിച്ച് അതേപടി വേണം എന്ന ആവശ്യവുമായിട്ടാണ് ഈ കുട്ടികളുടെ നേരെ എത്തിയിരിക്കുന്നത്. ഇപ്പൊ ഈ താമസിക്കുന്ന സ്ഥലം ഭൂമി എന്ന് വെച്ചാൽ പാവപ്പെട്ടവർക്കുള്ളതാണ്. ജനങ്ങൾ ഒരാളിനെ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ പാവങ്ങളെ സംരക്ഷിക്കാനും അവരെ സുരക്ഷയ്ക്കും വേണ്ടിയിട്ടാണ്. അപ്പോഴും ആ സമയത്ത് സർക്കാർ 10 ലക്ഷം രൂപ അനുവദിച്ച് വീട് വയ്ക്കാനെന്ന് പറഞ്ഞു. ഞാൻ പഞ്ചായത്തിൽ പോയി ഇതേപോലെ വീട് വയ്ക്കാൻ പൈസ അനുവദിച്ചല്ല, വീട് വെച്ച് തരുമെന്ന് കേട്ടോ. അപ്പോൾ പറഞ്ഞ് സ്ഥലത്തിൻ്റെ കേസ് കിടക്കണം, തരൂല്ലോ. ഞാൻ പറഞ്ഞു അപ്പോഴന്ന് പ്രസ് മീറ്റിൽ പിണറായി പറഞ്ഞത് അത് എന്തൊക്കെ പറഞ്ഞാലും തരാൻ പറ്റൂലെന്ന് പറഞ്ഞു. അപ്പോൾ ജനങ്ങളെ കണ്ണീർ പൊടിയിടാൻ വേണ്ടിയിട്ട് മാത്രം ഈ പൈസ അനുവദിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ജനങ്ങളെല്ലാവരും എന്ത് വിചാരിക്കും, ആ പൈസ അനുവദിച്ച് അവർക്ക് വീടായി കാണുമല്ലോ എന്ന് വിചാരിക്കും. അങ്ങനെ ഇരുന്നപ്പോൾ ഫിലോക്കാലി എന്ന് പറഞ്ഞൊരു സംഘടന വീട് വെച്ചത്. ഇപ്പോൾ ഈ സ്ഥലം അവരതെന്നും പറഞ്ഞ് കോടതി വിധി വന്നു. ഈ സ്ഥലം പൊളിച്ച് മാറ്റിക്കൊടുക്കണം, കല്ലറയും പൊളിച്ച് മാറ്റിക്കൊടുക്കണം. ഈ പോങ്ങിൽ വസന്തയുടെ സ്ഥലമാണെന്ന് കോടതി വിധി വന്നു. കോടതി വിധി വന്നു. പോങ്ങിൽ വസന്തയുടെ സ്ഥലമാണെന്നും പറഞ്ഞ് കോടതി വിധി വന്നു. അപ്പോൾ ആ കോടതിയുടെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു കോളനി സ്ഥലം 4 സെന്റ് അനുവദിക്കുള്ളൂ. ഹരിജൻ കോളനിയാണ്. അതായത് ഒരാൾക്ക് 4 സെന്റ് മാത്രമേ കൈവശം വയ്ക്കാൻ പാടുള്ളൂ. എൻ്റെ പപ്പ ഇതിന് വേണ്ടിയിട്ടാണ് വാദിച്ചത്. ഈ നിയമം എല്ലാവർക്കും ഒരുപോലെ ആവണം, നിയമത്തിന് വേണ്ടി പോരാടി മരിച്ച ആളാണ് എൻ്റെ പപ്പ എന്ന് പറഞ്ഞു. അപ്പം ഈ കോടതിയുടെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, 4 സെന്റ് കോളനിയെ ഒരാൾക്ക് കൈവശം വയ്ക്കാവും. അപ്പോൾ ഈ 8 സെന്റ് കോളനിയിൽ എങ്ങനെ വീടിരിക്കുന്നു? ഇത് കൊടുത്തതാര്? ഈ അധികാരികളാര്? വില്ലേജ് ഓഫീസർ, പഞ്ചായത്ത് ഓഫീസർ, ഇവരെയൊക്കെ എന്തുകൊണ്ട് ശിക്ഷിച്ചില്ല? ന്യൂസ് ഡെസ്ക് കർമ്മ.